ആകെ കൂടി ഒരൊറ്റ ആളെ അറിയിച്ചുള്ളൂ രജിസ്റ്റർമാരിന്റെ കാര്യം. അത് ചേച്ചിയാ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്തി തരേണ്ട ആളാ. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാ നടത്തി തരേണ്ട ആളെ അറിയിക്കുന്നത്. അതൊരു തോന്നിയാസായിട്ടാ എനിക്ക് തോന്നിയത്. അതാ മറുപടി പോലും അയക്കാതിരുന്നത്. പിന്നെ ഇവളുടെ വിവരം അറിയിച്ചുകൊണ്ടുള്ള കത്ത് വന്നപ്പോ തോന്നി നിന്നോടുള്ള ദേഷ്യത്തിന് ഇവളോട് എന്തിനാ അകന്നു നിൽക്കുന്നെന്ന്. എനിക്കും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി. ഏതായാലും വന്നു കിട്ടിയ സ്ഥിതിക്ക് ഉടനെ എങ്ങും തിരിച്ചു പോകാമെന്ന് കരുതണ്ട. അങ്ങനെ പോകാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല മോളെ. സാറേ, സാറേ, സാറിന് ഓഫീസിൽ പോന്നില്ലേ? ഇല്ല. കാപ്പ് കുടിക്കണ്ടേ? നല്ല സുഖമില്ല. എന്തു പറ്റി? ഒന്നുമില്ല, റെസ്റ്റ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോ വീട്ടുകാർ എതിർക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ ചെയ്തതായിരുന്നു ശരിയെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുക ഭാഗ്യമാണ്, സുഹൃതമാണ്. ഒരിക്കലും ഒരാളെ വിശ്വസിച്ചു, അത് തെറ്റിപ്പോയെന്ന് കരുതി എന്നെങ്ങനെ ഒറ്റയ്ക്ക് കഴിയണോ ചേച്ചി? ഇല്ല സന്ധ്യ, എന്റെ ധാരണ തെറ്റല്ല. അനുഭവങ്ങളൊക്കെ എന്നെ പൊള്ളിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ കൂടി ധൈര്യമില്ല. അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവില്ല. വരൂ. സാറ് പരിചയപ്പെട്ടില്ലല്ലോ. വേണോട്ടന്റെ ചേച്ചിയാ. ഇത് ഞങ്ങളുടെ സാറ്. ഇവിടെ താമസം. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞുണ്ടായിരുന്നു ഈ കളിയൊക്കെ അല്ലേ? അല്ല, നമ്മള് കാണുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ അടുക്കുമ്പോഴോ ഗുരുവായൂർ പോകുമ്പോഴോ ഒന്നും രാധ വേണു സിസ്റ്ററാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രാധ കരുതുന്നത് പോലെ അല്ല എന്റെ മനസ്സ്. അത് ഞാൻ നേരിട്ടറിഞ്ഞതാ. കൂടുതൽ വിശദീകരിക്കണ്ട. ജോലി സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട സ്ത്രീയോട് താല്പര്യം തോന്നിയ കഥ അയാളെന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടവരും കേട്ടവരും പറഞ്ഞറിഞ്ഞു. ആ സ്ത്രീക്ക് വീടെടുത്ത് കൊടുത്തതും ഗുരുവായൂർക്ക് കൊണ്ടുപോയതും. പക്ഷേ അതെന്റെ ചേച്ചിയായിരുന്നു എന്ന്. അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ചേച്ചിയെ കണ്ടിരുന്നത്. വിവാഹവും കുടുംബവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു നിന്നിരുന്ന നിങ്ങളും കണ്ടവന്റെ കൂടെ. നീ എന്താ പറഞ്ഞത്? അമ്മയുടെ സ്ഥാനത്താണ് ചേച്ചിയെ കണ്ടിരുന്നെന്ന്. എങ്കിലും ഉറപ്പിച്ചോ, ജീവിച്ചിരിക്കുമ്പോ ഒരു പോറൽ പോലും ആ സ്ഥാനത്തിന് ഏൽക്കില്ല എന്ന്. ഒന്നും കണ്ട് മോഹിച്ചല്ല, പെരുമാറ്റത്തിലെ മാന്യതയും അന്തസ്സും ഒക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു പോയി. കുറച്ച് സ്വാതന്ത്ര്യം കാണിച്ചു. ആവശ്യങ്ങൾക്ക് ഉപകരിച്ച സുഹൃത്തിന് ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞപ്പോ ഗുരുവായൂർക്ക് പോകുമ്പോ കൂടെ വന്നോളാൻ പറഞ്ഞു. ശരിയാണ്. പക്ഷെ ആ മനുഷ്യൻ വെറുപിടിച്ച മനസ്സുമായിട്ട് ആ സമയത്ത് എന്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോ ആ
രക്ഷിക്കാൻ എനിക്കാവില്ലെന്ന് വന്ന പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. അയാളവിടെ ശബ്ദം ഉണ്ടാക്കി ബഹളം വെക്കാതെ. ഒളിച്ചും പതുങ്ങിയും മൂടി വെക്കേണ്ട ഗതികേട് എനിക്കും എന്റെ ചേച്ചിക്കുമില്ല. സന്യാസി ചമഞ്ഞ് നടക്കുന്ന ഒരു മാനിനുണ്ടല്ലോ അവിടെ, ആ തെണ്ടിക്ക വിളിക്കല. ഞാനിവിടെ ഉണ്ട്. എടോ, ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയല്ലേ തന്നെ ഞാൻ സ്നേഹിച്ചത്, ബഹുമാനിച്ചത്. തനിക്കൊരു ജീവിതം ഉണ്ടായിക്കളാൻ ഞാനും എന്റെ ഭാര്യയല്ലോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്. എന്നിട്ട് എന്റെ ചേച്ചിയോട് എന്തേ തന്റെ നാളറങ്ങിപ്പോയോ? വേണോ? ഞാനറിയാത്ത ഒരു മറുപടി ഇയാൾക്ക് പറയാനുണ്ടാവില്ല. നീ വാ. അവര് പറഞ്ഞതെല്ലാം നേർന്നുണ്ടെങ്കിൽ വാരൊക്കെ എന്താ നാവ് മത്താത്തെ? ഒരു വശം മാത്രമേ നിങ്ങൾ അറിഞ്ഞുള്ളൂ. എന്റെ മനസ്സിന്റെ സത്യം അത് നിങ്ങൾ അറിയും. അറിയുന്ന ഒരു ദിവസം വരും. വാക്കുവാ. മനസ്സ് വല്ലാതെ നൊന്തപ്പോ ആശ്വാസമാവുമല്ലെന്ന് കരുതിയ നിന്റെ അടുത്ത് വന്നത്. അത് നാളെ തന്നെ ഞാൻ മടങ്ങുക വേണോ? ഇനി ഇവിടെ നിന്ന എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ഇങ്ങനെ ഒരുത്തിന് അപ്പുറത്തുണ്ടെന്ന് കരുതി ചേച്ചി എന്തിനാ പോകുന്നത്? അഥവാ പോണെങ്കിൽ നമുക്ക് ഒരുമിച്ചാകാം. വേറെ വീട് അന്വേഷിക്കാൻ ഞാൻ. നേരം വെളുക്കട്ടെ, ഇപ്പൊ കിടന്നുറങ്ങാം. വേണമെന്നുള്ളവർ വന്ന് കഴിക്കട്ടെ. വിളിക്കാനും നിർബന്ധിക്കാനൊന്നും ഇവിടെ ആർക്കും വയ്യ. അതിന്റെ ആവശ്യമില്ല. സാറ് പോയി. മേശപ്പുറത്തിരുന്ന എന്താ ക്ഷമിക്കുക. എല്ലാ തെറ്റുകളും എന്റെ തന്നെ ആയിരിക്കട്ടെ. പോകുന്നു. മുങ്ങിയതാ. ഇനി എന്തു മുഖം വെച്ചാ നമ്മളെ ഫേസ് ചെയ്യാ? ഇനിയിപ്പോ സാവകാശം ആരെങ്കിലും വിട്ട് പെട്ടിയ സാധനം ഘടിപ്പിച്ചാൽ മതിയല്ലോ. പോയി കിട്ടിയത് നന്നായി എന്നേ എനിക്കുള്ളൂ.